വന്ദേ മാതരത്തിനോട് വല്ലാത്ത സ്നേഹമാണ് ബി.ജെ.പിക്കാർക്ക്. ഈ അടുത്തിടെ തുടങ്ങിയ മുഹബത്താണത്. വന്ദേ മാതരം എല്ലാവരും ചടങ്ങുകളിൽ മുഴുവനായും ആലപിക്കണമെന്നാണ് ബി.ജെ.പിക്കാരുടെ ആവശ്യം. എന്നാൽ ഇതേ ബി.ജെ.പിക്കാർക്ക് വന്ദേ മാതരം പാടാൻ അറിയാമോ? ഭൂരിപക്ഷം ബി.ജെ.പിക്കാർക്കും അത് അറിയില്ല എന്നതാണ് വാസ്തവം. വന്ദേ മാതരത്തെ കോൺഗ്രസ് അപമാനിച്ചുവെന്നാരോപിച്ച് പ്രതിഷേധിക്കാനെത്തിയ ബി.ജെ.പി യുവജന വിഭാഗം നേതാവ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ദേ മാതരം പാടാനാവാതെ വിയർക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഉത്തർപ്രദേശിലെ വാരണാസിയിലെ മഹാനഗർ യുവമോർച്ച പ്രസിഡന്റ് രജത് ജയ്സ്വാൾ ആണ് പ്രതിഷേധത്തിനിടെ നാണം കെട്ട് തിരിഞ്ഞോടിയത്. കോൺഗ്രസ് ഓഫീസിലേക്കാണ് രജത് ജയ്സ്വാൾ പ്രവർത്തകരെ സംഘടിപ്പിച്ച് പ്രതിഷേധവുമായി എത്തിയത്. കോൺഗ്രസിനെതിരെ മുദ്രാവാക്യം വിളിച്ചു മുന്നേറുന്നതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ദേ മാതരം മുഴുവനായി ഒന്ന് പാടി കേൾപ്പിക്കാൻ ബി.ജെ.പി നേതാവിനെ വെല്ലുവിളിക്കുകയായിരുന്നു. എന്നാൽ വരികൾ കൃത്യമായി പാടാനാവാതെ പരുങ്ങിയ നേതാവ് കോൺഗ്രസുകാരോട് കയർക്കാൻ ശ്രമിക്കുകയും ഒടുവിൽ പന്തിയല്ലെന്ന് കണ്ട് അണികളോടൊപ്പം വേഗത്തിൽ സ്ഥലം വിടുകയുമായിരുന്നു. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ വലിയ പരിഹാസവും വിമർശനവുമാണ് ബി.ജെ.പിക്കെതിരെ ഉയരുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്കിടെ കോൺഗ്രസ് നേതാക്കൾ വന്ദേ മാതരത്തോട് അനാദരവ് കാണിച്ചുവെന്ന് ആരോപിച്ച് രാജ്യവ്യാപകമായി ബി.ജെ.പിയും യുവമോർച്ചയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടയിൽ ഇത്തരമൊരു കോമഡികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വാരണാസിയിലും യുവമോർച്ച മഹാനഗർ പ്രസിഡന്റ് രജത് ജയ്സ്വാളിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ സംഘടിച്ച് പ്രകടനം നടത്തി പിന്നീട് നാണം കെട്ടത്. പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു. കോൺഗ്രസ് ദേശവിരുദ്ധരാണെന്നും ദേശീയ ഗീതത്തെ അവഹേളിച്ചുവെന്നും ബി.ജെ.പി നേതാക്കൾ ആരോപിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. നിങ്ങൾ ഇത്രയധികം ദേശസ്നേഹം പറയുന്നവരാണെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഇപ്പോൾ വന്ദേ മാതരം മുഴുവനുമായി പാടി കേൾപ്പിക്കാമോ എന്ന് കോൺഗ്രസ് പ്രവർത്തകർ രജത് ജയ്സ്വാളിനോട് ആവശ്യപ്പെടുകയായിരുന്നു. ആദ്യമൊന്ന് പതറിയ നേതാവ് വരികൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും പാടാൻ സാധിച്ചില്ല. തുടർന്ന് വിഷയത്തിൽ നിന്നും തെന്നിമാറാനായി അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകരോടും മറ്റു കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ പ്രതിഷേധക്കാർ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ക്യാമറകൾ മുഴുവൻ തനിക്ക് നേരെ തിരിയുകയും ചെയ്തതോടെ പരുങ്ങലിലായ രജത് ജയ്സ്വാൾ പ്രവർത്തകർക്കൊപ്പം അവിടെ നിന്നും വേഗത്തിൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ മൊബൈൽ ഫോണിൽ പകർത്തിയ 44 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കാട്ടുതീ പോലെ പടർന്നിരിക്കുന്നത്. ദേശീയ മാധ്യമ പ്രവർത്തകരും പ്രമുഖ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഈ വീഡിയോ വ്യാപകമായി പങ്കുവച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൽ AICC ആസ്ഥാനത്ത് നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനിടെ സോണിയാഗാന്ധിയും മറ്റു മുതിർന്ന നേതാക്കളും വന്ദേ മാതരത്തോട് അനാദരവ് കാട്ടിയെന്ന് ആരോപിച്ച് ബി.ജെ.പി വലിയ പ്രചാരണം നടത്തിവരുന്ന പശ്ചാത്തലത്തിലാണ് സംഭവം നടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ പോലീസിൽ പരാതി നൽകാൻ ബി.ജെ.പി ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ തന്നെ യുവമോർച്ചയുടെ പ്രധാന നേതാവ് വന്ദേ മാതരം പാടാനാവാതെ പതറിപ്പോയത് കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും വലിയ രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ദേശസ്നേഹ സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ സത്യാവസ്ഥ ഇതോടെ വെളിച്ചത്തായെന്നാണ് കോൺഗ്രസ് പരിഹസിച്ചത്. ഇനി എവിടെയെങ്കിലും വന്ദേ മാതരം സംബന്ധിച്ച് ബി.ജെ.പി പ്രക്ഷോഭം നടത്തുന്നുണ്ടെങ്കിൽ അത് പിരിച്ചുവിടാൻ വലിയ കോലാഹലങ്ങളൊന്നും ആവശ്യമില്ല. വെറുതെ വന്ദേ മാതരം മുഴുവനുമായി പാടാൻ ആവശ്യപ്പെടാൻ മാത്രം മതി. ബി.ജെ.പിക്കാർ തിരഞ്ഞോടിയിരിക്കുമെന്ന് ഉറപ്പാണ്. देखिए, हम लोगों ने राष्ट्रगीत गा दिया है. राष्ट्रगीत के समय यहाँ सारे कार्यकर्ता हमारे उपस्थित थे और राष्ट्रगीत के समय आपको वीडियो मिल जाएगा. इनके तमाम कार्यकर्ताओं से सुन लेना. हम लोग पूरा बजा देंगे, लेकिन सुन लीजिए. नहीं, फिर से हाँ तो बजते हुए हम लोग गाएंगे राष्ट्रगीत ना. अरे हम लोग गाएंगे, चिंता मत करिए. हम लोग पूरे कार्यकर्ता एकत्रीकरण आप बुला लीजिए ना, कांग्रेस के कार्यकर्ताओं को गवा लीजिए, हम लोग भी गाने को तैयार है. अरे मैं तो गाऊंगा, उनको भी बुलाइए और उनको बुला लीजिए. आमने सामने गीत हो जाए, अपना आमने सामने राष्ट्रगान हो जाए. आप आमने सामने राष्ट्रगान हो जाए. धन्यवाद. ये सवाल आप राहुल गांधी से पूछिए.